ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യ, NIA അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ മാതാവ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചു. കേരള പോലീസ് ചുമത്തിയത് ദുർബല വകുപ്പുകൾ എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നിർബന്ധിത മതപരിവർത്തനത്തിൽ മതതീവ്രവാദ ഭീകര സംഘടനകളുടെ പങ്കാളിത്തം ഉള്ളതായി സംശയിക്കുന്നതായി കുടുംബം വ്യക്തമാക്കി. മകൾ ആത്മഹത്യ ചെയ്തത് നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ശ്രമമായി. NIAയ്ക്ക് കേസ് കൈമാറുവാൻ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം. മകൾ കോളേജിൽ പഠിക്കുന്ന സമയം റമീസുമായി പരിചയത്തിലായെന്നും പിന്നീട് വിവാഹ വാഗ്ദാനത്തിന്റെ പേരിൽ ശാരീരികമായ പീഡനം, തടങ്കൽ, മാനസിക സമ്മർദ്ദം എന്നിവയ്ക്ക് വിധേയയായെന്നും കത്തിൽ കുടുംബം ചൂണ്ടിക്കാട്ടുന്നു. വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം. മതം മാറിയ ശേഷം പ്രതിയുടെ കുടുംബ വീട്ടിൽ താമസിക്കണം എന്ന വ്യവസ്ഥ പെൺകുട്ടിയുടെ മേൽ ചുമത്തി. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ മതം മാറ്റുവാൻ അവളെ റമീസിന്റെ ആലുവ പാനായിക്കുളത്തുള്ള വീട്ടിൽ മുറിയിൽ പൂട്ടിയിടുകയും അയാളും കുടുംബക്കാരും മറ്റു പലരും ചേർന്ന് നിർബന്ധിക്കുകയും മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്ന വിവരം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കുടുംബം കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വ്യാജരേഖ ചമച്ചു, സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകി TN പ്രതാപൻ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ പരാതിയുമായി TN പ്രതാപൻ വ്യാജരേഖ ചമച്ചുവെന്നും വ്യാജ സത്യവാങ്മൂലം നൽകിയെന്നും ചൂണ്ടിക്കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. വ്യാജരേഖ ചമച്ച് തൃശൂരിൽ വോട്ട് ചേർത്തതിൽ അന്വേഷണം വേണമെന്ന് TN പ്രതാപൻ ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ TN പ്രതാപന്റെ പരാതിയിൽ അന്വേഷണം നടത്തും. തൃശൂർ ACP പരാതി അന്വേഷിക്കും. ജില്ലാ ഭരണാധികാരി കൂടിയായ കളക്ടറോട് പരാതിയിൽ നിർദ്ദേശം തേടുവാനാണ് പോലീസ് നീക്കം. വിഷയത്തിൽ വിശദമായ നിയമോപദേശവും തേടും. വ്യാജരേഖ ചമച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും. സുരേഷ് ഗോപിയുടെ സഹോദരനുള്ളത് ഇരട്ട വോട്ട്. ഇരട്ട വോട്ട് എന്നത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് TN പ്രതാപൻ പറഞ്ഞു. മിൻത ദേവി, വയസ്സ് 124, നോട്ട് ഔട്ട്. ബീഹാറിലെ ഒരു സ്ത്രീ കോൺഗ്രസിന്റെ വോട്ട് ചോരി. പ്രക്ഷോഭത്തിന്റെ മുഖമായത് ഇങ്ങനെ. വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് ശേഷം രാജ്യവ്യാപകമായി വോട്ട് ചോരി മുദ്രാവാക്യങ്ങളുമായി കോൺഗ്രസ് പ്രതിഷേധത്തിലാണ്. മിൻത ദേവി എന്ന സ്ത്രീയുടെ ചിത്രങ്ങളും ആരാണ് മിൻത ദേവി എന്ന ചോദ്യവും പ്രിന്റ് ചെയ്ത ടീഷർട്ട് അണിഞ്ഞാണ് പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെയുള്ളവർ ഇന്ന് പാർലമെന്റിന്റെ പരിസരത്ത് പ്രതിഷേധിച്ചത്. അറബിക്കടൽ തീരങ്ങളിൽ തിമിംഗലങ്ങൾ ചത്തടിയുന്നത് 10 മടങ്ങായി വർദ്ധിച്ചു. CMFRI പഠനം. അറബിക്കടൽ തീരങ്ങളിൽ തിമിംഗലങ്ങൾ ചത്തടിയുന്നത് കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ 10 മടങ്ങ് വർദ്ധിച്ചതായി കണ്ടെത്തൽ. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം നടത്തിയ പഠനത്തിൽ 2004-2013 കാലയളവിൽ പ്രതിവർഷം 0.3% 2013-2023 കാലയളവിൽ പ്രതിവർഷം 3% കുത്തനെ കൂടിയെന്ന് കണ്ടെത്തി. കേരളം, കർണാടക, ഗോവ തീരങ്ങളിലാണ് തിമിംഗലങ്ങൾ ഏറ്റവും കൂടുതൽ ചത്ത് അടിയുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഉയർന്ന അളവിലുള്ള കപ്പൽ ഗതാഗതം, മത്സ്യബന്ധനം, പാരിസ്ഥിതിക ഘടകങ്ങൾ, ആഴം കുറഞ്ഞ തീരക്കടൽ എന്നിവ ഇതിനാക്കം കൂട്ടുന്നു. കടലിലെ ശബ്ദമലിനീകരണം, കപ്പലപകടങ്ങൾ, ആവാസ കേന്ദ്രങ്ങളുടെ തകർച്ച എന്നിവ തിമിംഗലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന ശ്രദ്ധയും ഉയർന്ന പൌരബോധവും ചത്തടിയുന്ന സംഭവങ്ങൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുവാൻ ഇടയായിട്ടുണ്ടെന്നും പഠനം പറയുന്നു. കേരളയിൽ നാടകീയ രംഗങ്ങൾ. വിഭജന ഭീതി ദിനം സംബന്ധിച്ച പുതിയ ഉത്തരവ് പുറത്തിറക്കിയ ഡോക്ടർ ബിജു രാജിവെച്ചു. ക്യാമ്പസുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന നിർദ്ദേശം കേരള സർവകലാശാല മയപ്പെടുത്തിയതിന് പിന്നാലെ പുതുക്കിയ ഉത്തരവിറക്കിയ സർവകലാശാല ഡെവലപ്മെന്റ് ഡയറക്ടർ സ്ഥാനമൊഴിഞ്ഞു. ഇടത് അധ്യാപക സംഘടനയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ ഡോക്ടർ ബിജുവാണ് രാജിവെച്ചത്. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി എല്ലാ കോളേജുകളും ആചരിക്കണം എന്നാണ് ആദ്യ ഉത്തരവെങ്കിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അതത് കോളേജുകൾക്ക് എടുക്കാമെന്ന് ചൂണ്ടിക്കാട്ടി പുതിയ ഉത്തരവിറക്കിയിരുന്നു. ആദ്യ ഉത്തരവിനോടുള്ള മുഖ്യമന്ത്രിയുടെ എതിർപ്പ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പുതിയ ഉത്തരവ്. സർക്കുലറുമായി ബന്ധപ്പെട്ട് അത്യന്തം നാടകീയ നീക്കങ്ങളാണ് കേരള സർവകലാശാലയിൽ നടക്കുന്നത്. പുതിയ ഉത്തരവിറക്കിയ ഡോക്ടർ ബിജു പിന്നീട് വൈസ് ചാൻസലറുടെ മുറിയിലെത്തുകയും
രാജിക്കത്ത് നൽകി ഇറങ്ങിപ്പോരുകയുമായിരുന്നു. അതേസമയം പുതിയ സർക്കുലറിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അത് ഇറക്കിയ ആളോട് ചോദിക്കണം എന്നുമാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിന്റെ നിലപാട്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിലൊഴിച്ച ചെരുപ്പ് മാല തൂക്കി. CPIM മാർച്ചിൽ പ്രതിഷേധം. തൃശൂരിലെ വോട്ട് കൊള്ള വിവാദത്തിലും കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വിഷയത്തിലും പ്രതിഷേധവുമായി CPIM. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ തൃശൂർ ചേറൂരിലെ ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തി. സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുൻപിലെ ബോർഡിൽ പ്രവർത്തകർ കരിയോയിലൊഴിക്കുകയും ബോർഡിൽ ചെരുപ്പുമാല ചാർത്തുകയും ചെയ്തു. പിന്നാലെ പോലീസ് എത്തി ചെരുപ്പുമാല അഴിപ്പിച്ചു മാറ്റുകയും പ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. CPIM തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. ചേക്കു പാലം RCB നാടിന് സമർപ്പിച്ചു. 5 വർഷം കൊണ്ട് കിഫ്ബി വഴി 62,000 കോടിയുടെ വികസനമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് അടിസ്ഥാന സൌകര്യ വികസനത്തിൽ 62,000 കോടിയുടെ വികസനം കിഫ്ബി പദ്ധതികൾ വഴി കൊണ്ടുവരാനായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കിഫ്ബി ഫണ്ടിൽ പിണറായി ഗ്രാമപഞ്ചായത്തിലെ ഉമ്മൻചിറ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ചേക്കു പാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 2017 ബജറ്റിൽ വരൾച്ച പ്രതിരോധത്തിന് വേണ്ടി പുഴകളെ തന്നെ റിസർവോയറുകളുമായി മാറ്റുവാൻ അനുയോജ്യമായ സ്ഥലങ്ങളിൽ 30 റെഗുലേറ്ററുകൾ കിഫ്ബി ഫണ്ടിങ്ങിലൂടെ നടപ്പിലാക്കുവാൻ പ്രഖ്യാപിച്ചിരുന്നു. അതിലൊന്നാണ് ഇവിടെ യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ഡൽഹിയിൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ പുനഃസംഘടന പൂർത്തിയാക്കുവാൻ നീക്കം. KPCCയും DCCയും പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഡൽഹിയിൽ 2ാം ദിവസം പുരോഗമിക്കുകയാണ്. KPCC DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിൽ അടിയന്തരമായി തീരുമാനം കൈക്കൊള്ളുന്നതിനുള്ള അന്തിമ ചർച്ചയാണ് നടക്കുന്നത്. തൃശൂർ DCC ഒഴികെ എല്ലാ DCC അധ്യക്ഷന്മാരെയും മറ്റ് ഭാരവാഹികളെയും മാറ്റണമെന്ന നിർദ്ദേശം നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസം ചർച്ചയിലൂടെ പരിഹരിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതോടൊപ്പം KPCC ഭാരവാഹികളുടെ കാര്യത്തിലും തർക്കം തുടരുകയാണ്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.